ഹായ് ഹലോ വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. സോ ഈ വരുന്ന ഓഗസ്റ്റ് 3-ാം തീയതി തൊട്ട് നമ്മുടെ RRB ഗ്രൂപ്പ് ഡിയുടെ എക്സാംസ് എല്ലാം തുടങ്ങിയാണ്. പല ദിവസങ്ങളായിട്ടാണ് എക്സാം നടക്കുന്നത്. അതുതന്നെ മോർണിംഗ് ഷിഫ്റ്റ് ഉണ്ടായിരിക്കും, ഈവനിങ് ഷിഫ്റ്റ് ഉണ്ടായിരിക്കും. ഒരു മാരത്തോൺ ആയിട്ടുള്ള എക്സാം സീരീസ് നടക്കാനായിട്ട് പോകുന്നത്. സോ നമ്മൾ കോമ്പറ്റേറ്റീവ് ക്രാക്കർ ഈ ഗ്രൂപ്പ് ഡി എക്സാം എഴുതാൻ പോകുന്നവർക്കായിട്ട് ഒരു 25 ഡേയുടെ ഒരു ക്രാഷ് ബാച്ച് ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ക്രാഷ് ബാച്ചിന്റെ സ്റ്റഡി പ്ലാൻ ആണ് നമ്മളിവിടെ ഡിസ്പ്ലേ ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ സ്റ്റഡി പ്ലാനിൽ നമുക്ക് എല്ലാ ദിവസവും 2 ലൈവ് ക്ലാസ് വീതം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഓരോ ദിവസം നമ്മൾ പഠിക്കേണ്ട ടോപ്പിക്സും അതോടൊപ്പം തന്നെ നമുക്ക് ഓൾറെഡി റെക്കോർഡായിട്ടുള്ള ക്ലാസ് ഉണ്ട്, പഠിക്കേണ്ട ടോപ്പിക്സും നൽകുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ എക്സാംസ് ഉണ്ടായിരിക്കും, ക്യൂസ് ഉണ്ടായിരിക്കും, പോൾ ഉണ്ടായിരിക്കും. നമ്മുടെ പഠന നിലവാരം എവിടെയാണെന്ന് ചിട്ടപ്പെടുത്തുന്ന രീതിയിലുള്ള കരിക്കുലമാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ സ്റ്റഡി പ്ലാൻ ഒന്ന് ജസ്റ്റ് നോക്കുകയാണെങ്കിൽ ഡേ 1 തന്നെ നമുക്ക് എല്ലാ കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ടോപ്പിക്സ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഡേ 1 മാത്സ് നോക്കുകയാണെങ്കിൽ അവിടെ ആദ്യം തന്നെ സംഖ്യകളും അടിസ്ഥാന ക്രിയകളും അല്ലെങ്കിൽ ബേസിക് ഓപ്പറേഷൻ. ഒരു കാര്യം പറയാം, ഇംഗ്ലീഷിലും മലയാളത്തിലുമാണ് നമ്മൾ ആ ഒരു കരിക്കുലം സെറ്റ് ചെയ്തിരിക്കുന്നത്. കാരണം വെച്ചാൽ ചില ആളുകൾ ചിലപ്പോൾ ഇംഗ്ലീഷിലായിരിക്കും പരീക്ഷ എഴുതുന്നത്, ചില ആളുകൾ മലയാളത്തിലായിരിക്കും എഴുതുന്നത്. സോ അവർ രണ്ടുപേരെയും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ആ ഒരു രീതിയിലായിരിക്കും നമ്മുടെ ക്ലാസ്സുകളും നമ്മുടെ സ്റ്റഡിയും മുന്നോട്ട് പോകുന്നത്. അതോടൊപ്പം തന്നെ ഡേ 1 തന്നെ നമുക്ക് റീസണിങ് ഉണ്ട്, നമ്പർ സീരീസ്, ആൽഫബറ്റിക് സീരീസ് ഒക്കെയാണ് അവിടെ പറയുന്നത്. പിന്നെ ജനറൽ സയൻസിന് അത്യാവശ്യം വെയിറ്റേജ് ഉള്ള ഒരു പരീക്ഷയാണ്. അതുകൊണ്ട് തന്നെ അവിടെ ഫോഴ്സും വർക്ക് എനർജി പവർ, ആദ്യത്തെ ദിവസം നമ്മൾ ഫിസിക്സ് ആണ് കൊടുത്തേക്കുന്നത്. പിന്നെ നമുക്ക് ടോപ്പിക് അതോടൊപ്പം തന്നെ PYQ ഉണ്ടായിരിക്കും. ഓരോ ദിവസത്തെ PYQ നമ്മൾ ഗ്രൂപ്പിൽ വർക്കൗട്ട് ആയിട്ട് കൊടുക്കുന്നുണ്ട്. നമ്പർ സിസ്റ്റം, നമ്പർ സീരീസ്, ആൽഫബറ്റ് സീരീസ് ഒക്കെയാണ് അവിടെ വർക്കൗട്ട് ആയിട്ട് കൊടുത്തേക്കുന്നത്. പിന്നെ ഹിസ്റ്ററിയിലൊക്കെ വരികയാണെങ്കിൽ ഹാരപ്പൻ സംസ്കാരം അല്ലെങ്കിൽ കറണ്ട് അഫയേഴ്സിലൊക്കെ വരികയാണെങ്കിൽ 2026 മെയ് മാസം നടന്ന സംഭവങ്ങളായിരിക്കും ആദ്യത്തെ ദിവസം നമ്മൾ പഠിക്കാനായിട്ട് പോവുക. പിന്നെ ഡേ 2 വരികയാണെങ്കിൽ അവിടെ മാത്സിൽ ആവറേജ് ആയിരിക്കും, റീസണിങ്ങിൽ അനലോഗി ആയിരിക്കും, ജനറൽ സയൻസിൽ പിറ്റേ ദിവസം ബയോളജി ആയിരിക്കും, ഹിസ്റ്ററിയിൽ വേദിക് പീരീഡ് ഉണ്ടായിരിക്കും, പൊളൈറ്റിയിൽ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി, ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി അങ്ങനെയൊക്കെയാണ് പോകുന്നത്. കറണ്ട് അഫയേഴ്സ് ആയിട്ട് 2026 ഏപ്രിലിലെ സംഭവങ്ങൾ, അതോടൊപ്പം തന്നെ ന്യൂ അപ്പോയിന്റ്മെന്റ്സ് അവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. പിന്നെ 3-ാമത്തെ ദിവസത്തിലേക്ക് വരികയാണെങ്കിൽ ഇതേപോലെ തന്നെ അവിടെ വരികയാണ്. ഇവിടെ സയൻസ് മാത്രമാണ് വേറെ സബ്ജക്റ്റ് ആയിട്ട് വരുന്നത്, ഇവിടെ കെമിസ്ട്രിയാണ് പഠിക്കാനായിട്ട് പോകുന്നത്. സോ ഈ ഒരു രീതിയിലാണ് നമ്മുടെ ഒരു സ്റ്റഡി പ്ലാൻ പോകുന്നത്. ഇപ്പോൾ ഡേ 3 കഴിയുമ്പോൾ നമുക്ക് ഡേ 4 ഉണ്ട്, ഡേ 5 ഉണ്ട്, അങ്ങനെ നമ്മൾ 25 ദിവസം കൊണ്ട്. അപ്പോൾ ഡേ 6 ആകുമ്പോൾ റിവിഷൻ ഡേ ആണ് വരാനായിട്ട് പോകുന്നത്. ഡേ 6 നമ്മൾ റിവിഷൻ ആണ് ഉദ്ദേശിക്കുന്നത്. റിവിഷൻ എന്ന് പറയുമ്പോൾ അവിടെ ഒരാഴ്ച നമ്മൾ പഠിച്ച കാര്യങ്ങളെല്ലാം നമ്മൾ ആ ഒരു ദിവസം നമ്മൾ റിവിഷൻ ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ആ ഒരു ബേസിസ്, ആ ഒരു സംഭവം പഠിച്ചതിനെ ബേസ് ചെയ്ത് നമുക്കൊരു റിവിഷൻ എക്സാംസ് ഉണ്ടായിരിക്കും. നമ്മൾ ഒരാഴ്ച പഠിച്ചതെല്ലാം ആ ഒരു ദിവസം റിവൈസ് ചെയ്തിട്ട് അതിനെ ബേസ് ചെയ്തിട്ടൊരു CBT മോഡലായിട്ടുള്ള നമ്മുടെ CBT എക്സാം എങ്ങനെയാണോ അതേ രീതിയിൽ തന്നെ മോഡലായിട്ടുള്ള ഒരു എക്സാം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ പെൻഡിങ് ആയിട്ടുള്ള PYQs നമ്മൾ ആ ഒരു വീക്ക് ഡേ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ ഇതാണ് നമ്മുടെ ആ ഒരു സ്റ്റഡി പ്ലാൻ എന്ന് പറയുന്നത്. സോ ഈ ഒരു സ്റ്റഡി പ്ലാനിൽ നമ്മൾ 25 ദിവസത്തെ സ്റ്റഡി പ്ലാനിലൂടെ നമ്മൾ സിലബസ് ഓൾമോസ്റ്റ് കവർ ചെയ്തും അതോടൊപ്പം തന്നെ എക്സാം എഴുതാനായിട്ട് ഫുൾ പ്രിപ്പയർഡ് ആയിട്ട് പോകാനായിട്ട് പോവുകയാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു കോഴ്സിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് എല്ലാം അറിയാൻ താല്പര്യമുള്ളവർ ഈ ഒരു വീഡിയോയുടെ താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അതോടൊപ്പം തന്നെ നമുക്കൊരു ഫ്രീ ഗ്രൂപ്പ് ഉണ്ട്. RRB ഗ്രൂപ്പ് ഡി എക്സാംസുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട അപ്ഡേഷനുകളും അതോടൊപ്പം തന്നെ കറണ്ട് അഫയേഴ്സും ഫ്രീ ആയിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽസ് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഫ്രീ ഗ്രൂപ്പ് ഉണ്ട്. അപ്പോൾ ഫ്രീ ഗ്രൂപ്പിൽ കൂടി എല്ലാവരും ഒന്ന് ജോയിൻ ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും പരീക്ഷ എഴുതാൻ പോകുന്ന എല്ലാവർക്കും ഒരു ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു, നന്ദി, നമസ്കാരം.